ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് കാലം അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ താഴെ ഒരു പോസ്റ്റർ, ഒരു ഫ്ലയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലയറാണ് ഞാൻ സ്ഥിരമായി ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്തിരുന്നത്. ഇത് പല വർഷങ്ങളിലും പല മോഡലിലായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ലേറ്റസ്റ്റ് മോഡൽ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ കൊച്ചിയിൽ ഒരുപാട് അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ അപ്പാർട്ട്മെൻറ്റുകളിൽ പോയി അവിടുത്തെ കെയർ ടേക്കറെ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടുകൊണ്ട് അവിടെ ഈ നമ്മുടെ പോസ്റ്ററുകളും ഫ്ലയറുകളും അവരെ ഏൽപ്പിക്കും. അപ്പോൾ പ്രോപ്പർട്ടി റെൻ്റലിന് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതൊന്ന് കൊടുക്കുക എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ചാർജൊക്കെ കെയർ ടേക്കർക്കൊക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അസോസിയേഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടിയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ചെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു റേറ്റ്സിനൊക്കെ അവിടെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഐഡിയ ആണ്, ന്യൂസ് പേപ്പറുകളിലൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി ഇപ്പോൾ ലീഗലാണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ചെയ്യുന്നേക്കാൾ മുമ്പ് അത് തീർച്ചയായിട്ടും കറക്റ്റ് നോക്കി പരിശോധിച്ചതിന് മാത്രം ശേഷം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബാക്ക് 2019 നമ്മൾ ഒരുപാട് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ്, ഇപ്പോൾ കൊച്ചി ആയതുകൊണ്ട് ഇൻഫോ പാർക്ക് വലിയൊരു ഹബ്ബാണ്. കലൂർ ചെന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയം ഭയങ്കര ഒരു ഹബ്ബാണ്. അതുപോലെ തിരക്കുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ മാക്സിമം ഇതുപോലുള്ള ഫ്ലയേഴ്സ് വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം വളരെ എഫക്റ്റീവാണ്. കാരണം ഇതൊക്കെ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം ഒരുപാട് ക്രൗഡുള്ള സ്ഥലങ്ങളിലാണ് ഒരുപാട് പുതിയ ആളുകൾ വരുന്നത്. തീർച്ചയായിട്ടും അവർ റെൻറ്റിനായിട്ട് വീടും ഫ്ലാറ്റും ഒക്കെ അന്വേഷിക്കുന്ന പോയിന്റിലാണ് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ അവിടെ ലഭിക്കുക. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിങ്ങും വളരെ എഫക്റ്റീവായിട്ട് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ 1-2 റെഫറൻസുകളൊക്കെ താഴെ മെറ്റീരിയലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്ന വേറൊരു ഐഡിയ ആണ്, വൺസ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്ന് ഫ്ലറിഷായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കിടിലം ഐഡിയ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്ലാറ്റുകളിൽ ലിഫ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഈ ലിഫ്റ്റുകളിൽ ഇപ്പോൾ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ കാണാം, ലിഫ്റ്റിൻ്റെ 2 സൈഡിലും നിങ്ങൾക്ക് ചെറിയ പോസ്റ്ററുകളുടെ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പല അഡ്വർടൈസ്മെൻറ്റ് ഏജൻസികളായിരിക്കും ഈ ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒറ്റ പീസിൽ നിങ്ങൾക്ക് ഒരു ഫ്ലയർ വെക്കാനുള്ള ഒരു സ്പേസാണ് 12x12 സൈസിലേക്ക് ആയിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു മാസത്തേക്ക് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യണമെങ്കിൽ പല ഏജൻസികളുടെയും പല റേറ്റാണ്. എന്നാൽ പോലും ഒരു ബാനർ വെക്കാനുള്ള അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വെക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യണമെങ്കിൽ 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഒരു മന്ത്ലി റെൻറ്റ് വരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യലായിട്ടുള്ള അസോസിയേഷനുകളും അതുപോലെ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റുകളിൽ, ലെറ്റ്സ് സേ ഇപ്പോൾ DLF പോലെയുള്ള ഒരു പ്രൊജക്റ്റാണെന്ന് കരുതുക. അവിടെ ഏകദേശം 5-6 ടവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടവറുകളിലേക്ക് വരുന്ന സമയത്ത് DLFൽ A എന്ന സെഗ്മെൻറ്റ് മുതൽ Q വരെയാണ് ടവറുകൾ വരുന്നത്, 5 അതിലും കൂടുതലാണ്. അപ്പോൾ അതുപോലുള്ള വലിയ പ്രൊജക്റ്റുകളിലൊക്കെ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും നിങ്ങളൊരു ലിഫ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനകത്ത് ഒരു 10 അപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് വരുന്ന റെൻറ്റ് എന്ന് പറഞ്ഞാൽ 10000 രൂപയായിരിക്കും. പക്ഷേ 10 അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ വെക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം പല പ്രോപ്പർട്ടി ഓണേഴ്സും ലിഫ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് പല റെൻ്റൽ ബിസിനസ് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഓപ്ഷനാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് TV സ്ക്രീൻ അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ LED ബോർഡ് അഡ്വർടൈസ്മെൻറ്റും. ഇത് പല പോപ്പുലർ ആയിട്ടുള്ള ഹോട്ടലുകളിൽ ഈ പറഞ്ഞ ഒരു സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ആര്യാസ് പോലുള്ള ഹോട്ടലിലൊക്കെ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ പറ്റും ഒരു TV ആഡിനുള്ള സ്പേസ് ഉണ്ടാവും. അതും അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്നാലും ഈ പറഞ്ഞ ഒരു പോസ്റ്ററിനെക്കാട്ടിയും കുറച്ചും കൂടെ ഹയർ സൈഡാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഈ സെയിം പറഞ്ഞ ഈ TV അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റുകളിലുമുണ്ട്. ഇവിടെയും നമുക്ക് ഇതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഈ ഓഫ്ലൈൻ മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റത്തെ ആ ഒരു ലെവലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല മാർക്കറ്റിങ്ങും അഡ്വർടൈസ്മെൻറ്റും ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആവുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇതാണ് ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അത്യാവശ്യം ഒരു ഐഡിയ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെബ്സൈറ്റ് പോർട്ടലുകളുടെയും ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്ത് പ്രൈസിങ്ങും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക, മൊത്തത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് തിരിച്ചറിയുക. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ എഫക്റ്റീവായിട്ട് ലീഡ് ജനറേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.